പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 7-ാം വാക്യം. പെട്ടെന്ന് ദൈവത്തിൻ്റെ ദൂതനവിടെ പ്രത്യക്ഷനായി അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. പത്രോസിൻ്റെ വിലാപ്പുറത്ത് ദൂതൻ തട്ടി എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉണർത്തി. അപ്പോൾ പെട്ടെന്ന് ചങ്ങല കരങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറി. പ്രിയമുള്ളവരെ, ഒരു ദൈവഭക്തനെ ദൈവം പ്രത്യേക ഉദ്ദേശത്തോടുകൂടി തെരഞ്ഞെടുത്ത ഒരു പത്രോസിനെ കൊല്ലുവാൻ തക്കവണ്ണം ഹേരോദ രാജാവും തൻ്റെ നിയമങ്ങളും ഇങ്ങനെ കാത്തിരിക്കുക. നാളെ മരണത്തെ മുഖാമുഖമായി കാണുവാനുള്ളതായ നിയമമുണ്ടാക്കി 3 വാതിലിനകത്ത് അകത്തെ തടവറയിൽ 4 ചേവകന്മാരുള്ള 4 കൂട്ടത്തെ കാവൽ നിർത്തി ഒരു ഭക്തനെ സൂക്ഷിച്ചിരിക്കുക. മരണവാർത്തകൾ അറിഞ്ഞിട്ടും മരണത്തെക്കുറിച്ചുള്ള വെല്ലുവിളി മുന്നേ വന്നിട്ടും ഭക്തൻ തെല്ലുപോലും ഭാരപ്പെടാതെ പത്രോസ് സുഖമായി തടവറയിൽ ഉറങ്ങുന്നു. എന്നാൽ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു ദൈവഭക്തൻ്റെ ദൂതന്മാർക്ക് ഉറക്കം കൊടുക്കാതെ, ദൈവം ഉറങ്ങാതെ അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി വേഗത്തിൽ സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ക്രിസ്തുവേശുവിൽ വസിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം നാം പലപ്പോഴും ഉറങ്ങിപ്പോകുന്ന അനുഭവം പല മേഖലകളിലുമുണ്ട്. നാളെ എന്തു വരുന്നു എന്ന് നാം അറിയാതെ ഇരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ പത്രോസ് അറിഞ്ഞു, വെല്ലുവിളികളെ മനസ്സിലാക്കി, എങ്കിലും പത്രോസ് സുഖകരമായി ഉറങ്ങുന്നു. എന്നാൽ ദൈവം തൻ്റെ ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാത്തവനും ഉറങ്ങാത്തവനുമായ ദൈവമാണ്. സദാ നമുക്ക് വേണ്ടി തൻ്റെ ദൃഷ്ടിയെ ഭൂമിയിൽ സഞ്ചരിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നവനായ ദൈവം. സർവശക്തനായ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വേഗത്തിൽ അറയിലേക്ക് കടന്നു എന്ന് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിന് വിലാപ്പുറത്ത് തട്ടുമ്പോൾ ചങ്ങലത്തെ സ്വയമേ അഴിഞ്ഞു മാറി. ഹേരോദാവിൻ്റെ നിയമങ്ങൾക്കും രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും ക്രിസ്തീയ വിരോധികൾക്ക് നിയമങ്ങൾക്കും വിരോധമായി ഇവരുടെ എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങൾ നിൽക്കുമ്പോൾ ഇവരുടെ കണ്ണുകളെ അടപ്പിച്ച് ഇവർക്കുറക്കം കൊടുത്ത് ഉറങ്ങുന്ന ഭക്തനെ ഉണർത്തി 3 വാതിലുകളെ സ്വയമേ തുറന്ന് പുറത്തു കൊണ്ടുവന്ന് പത്രോസിനെ വിടുവിച്ച ഒരു ദൈവസാന്നിധ്യം. പലപ്പോഴും ഇപ്രകാരം മാനുഷിക ചങ്ങലകളല്ല, പൈശാചിക ചങ്ങലകളാൽ ബന്ധിച്ചിട്ട് ഒരു ഭക്തനെ പുറത്തു കൊണ്ടുവരികയില്ല എന്ന് വാദിക്കുന്ന ദുരാത്മാ മേഖലകൾ, പൈശാചിക മണ്ഡലങ്ങൾ, നന്മ കാണിക്കുകയില്ല, ജീവനെ മടക്കിത്തരികയില്ല എന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ. ഭക്തനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, സ്വയമേ അവനൊന്നിനും പ്രാപ്തിയില്ല. എന്നാൽ സർവശക്തനായ ദൈവം പത്രോസിൻ്റെ ജീവിതത്തിൽ വേഗത്തിൽ പത്രോസിൻ്റെ ഒരു പ്രയത്നവും കൂടാതെ അത്ഭുതകരമായ രീതിയിൽ വിടുവിക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നിയമക്കുരുക്കുകളിൽ അകപ്പെട്ടിട്ട് പ്രതികൂല സന്ധികളാൽ പുറത്തു വരുവാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരാണോ നിങ്ങൾ? ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരാണോ നിങ്ങൾ? അല്ല, നിയമങ്ങൾ വിരോധമായി നാളെയെക്കുറിച്ചൊരു വലിയ വെല്ലുവിളികൾ മുന്നിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നുവോ? പ്രിയരെ, നമ്മേക്കാൾ അധികം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം, കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണല്ലോ രക്തം തന്ന് തൻ്റെ രക്തത്തെ വാർന്ന് ഊറുമാറാക്കി, പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് രക്തം വാർന്നിറങ്ങിയപ്പോഴും താൻ ഉണ്ടാക്കിയ സൃഷ്ടിച്ച മാനവജാതിയുടെ രക്ഷയാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞതിനെ സഹിച്ച ക്രിസ്തു. ആ ദൈവം നമ്മെ തൻ്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചതുകൊണ്ട് ആ മഹാസ്നേഹ നിമിത്തം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ സകല കഷ്ടങ്ങളിൽ നമ്മളെ വിടുവിക്കുവാൻ ശക്തനായി ഇറങ്ങി വരുന്ന ദൈവമാണ്. ആകയാൽ നിങ്ങൾ ഭാരപ്പെടുന്ന നിയമക്കുരുക്കുകൾ, നിങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികൾ, ഇതിനെ തരണം ചെയ്യുവാൻ, ഇതിനെ വേഗത്തിൽ ഇതിൽ നിന്നൊരു വിടുതല തരുവാൻ സർവശക്തൻ രാവിലെ സമയം ഇറങ്ങി വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് ഹൃദ്യമായി സംസാരിക്കുന്നു. മുക്കുവനായിരുന്ന പത്രോസിനെ ദൈവകൃപയിലാക്കി തീർത്തിട്ട് അനാഥനായി വിടുവാനല്ല ദൈവം വേർതിരിച്ചു വെച്ചത്. ശത്രു അവനെ തടവറയിലാക്കുവാൻ ശ്രമിച്ചു, കൊന്നുകളയുമെന്ന് തീരുമാനമെടുത്തു. ദൈവത്തിൻ്റെ ഭക്തനോ ദൈവത്തിൻ്റെ ദൂതനോ സ്വർഗത്തിൽ നിറങ്ങി വന്ന്
യാതൊരു മനുഷ്യന്റെ റെക്കമെൻഡേഷൻ കൂടാതെ, യാതൊരു അധികാരികളുടെ നിയമങ്ങളെ തകർത്തു കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ ഭക്തൻ വെളിപ്പെടുവാനിടയായി. ഇന്ന് പകൽക്കാലം വേഗത്തിൽ അറയിൽ വെളിച്ചം പ്രകാശിക്കുന്നു. വേഗത്തിൽ എഴുന്നേൽക്ക എന്ന് പറയുന്നു. വേഗത്തിൽ ചങ്ങലകളെ അഴിഞ്ഞു വീഴുവാനിട വരുത്തുന്നു. ഇന്ന് പകൽക്കാലം വേഗത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി കാണും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.